അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കല്ലട്ടർ മാഹിനാണ്. കല്ലട്ടർ മാഹിൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. കല്ലട്ടർ മാഹിനും ദൈവനാമത്തിൽ ആണ് സത്യവാചകം ചൊല്ലിയിരിക്കുന്നത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തവരുടെ എണ്ണം ഇപ്പോൾ 51 അടുത്തതായി പി മമ്മിക്കുട്ടിയാണ് സത്യവാചകം ചൊല്ലുക. കല്ലട്ടർ മാഹിനും സത്യവാചകം ചൊല്ലി MLA ആയിരിക്കുന്നു. ദൈവനാമത്തിൽ ആണ് കല്ലട്ടർ മാഹിൻ സത്യവാചകം ചൊല്ലിയത്. ശ്രീ പി മമ്മിക്കുട്ടി. കല്ലട്ടർ മാഹിന് ശേഷം പി മമ്മിക്കുട്ടി സത്യവാചകം ചൊല്ലുന്നു. രണ്ടാമത്തെ വിജയം ആണ്. ഷൊർണൂരിൽ നിന്നുള്ള CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് പി മമ്മിക്കുട്ടി. 16,517 വോട്ടുകൾക്ക് ആണ് ഇത്തവണ വിജയിച്ച് കയറിയത് എന്നതാണ്. പ്രത്യേകിച്ച് UDF തരംഗം ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ മണ്ഡലം നിലനിർത്തി. അങ്ങനെ ഷൊർണൂരിൽ നിന്ന് പി മമ്മിക്കുട്ടി വിജയിച്ചു കയറുകയും ഇപ്പോൾ ഇതാ സത്യവാചകം ചൊല്ലുകയുമാണ്. പി മമ്മിക്കുട്ടി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി മാണി സി കാപ്പനാണ് മമ്മിക്കുട്ടിക്ക് ശേഷം സത്യവാചകം ചൊല്ലേണ്ടത്. പാലായിൽ നിന്നുള്ള നിയമസഭാ അംഗമായിട്ടുള്ള മാണി സി കാപ്പൻ ഇത്തവണ മന്ത്രിസഭയിലേക്ക് രണ്ടാം ടീമിൽ എത്താൻ പോകുന്ന ആൾ കൂടിയാണ്. ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ 2.5 വർഷത്തിന് ശേഷം മാണി സി കാപ്പൻ മന്ത്രി കസേരയിലേക്ക് എത്തും എന്നുള്ളതാണ്. മമ്മിക്കുട്ടിക്ക് ശേഷം ഇപ്പോഴിതാ അടുത്തതായി സത്യവാചകം ചൊല്ലാൻ പോകുന്നത് പാലായിൽ നിന്നുള്ള MLA ആയിട്ടുള്ള മാണി സി കാപ്പൻ. ശ്രീ മാണി സി കാപ്പൻ. I, Mani C. Kapan, having been elected as a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. മാണി സി കാപ്പൻ സത്യവാചകം ചൊല്ലിയിരിക്കുന്നു. പാലായിൽ നിന്നുള്ള 3ാം ജയം ആണ്. ഹാട്രിക് ജയം നേടിക്കൊണ്ടാണ് ഇപ്പോൾ മാണി സി കാപ്പൻ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി, 2021 UDF സ്ഥാനാർത്ഥിയായി. അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും UDF പാളയത്തിൽ നിന്ന് വിജയിച്ചു കയറുമ്പോൾ ജോസ് കെ മാണിയെയാണ് മാണി സി കാപ്പൻ പരാജയപ്പെടുത്തിയത്. മനോജ് മൂത്തേടൻ പെരുമ്പാവൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം, അതായത് മത്സരത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ അവസാന നറുക്ക് വീണ ആൾ കൂടിയായിരുന്നു മനോജ് മൂത്തേടൻ. നിലവിൽ അവിടുത്തെ MLAയെ തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ളതായിരുന്നു സൂചനകൾ എങ്കിൽ പോലും അവസാന നിമിഷം ആയിരുന്നു
ഇത്തരത്തിൽ ഒരു മാറ്റം എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി അവിടെ മനോജ് സ്ഥാനാർത്ഥിയാക്കിയത്? നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് മനോജ് മുത്തേണ്ണും സത്യവാചകം ചൊല്ലുന്നത്. പ്രത്യേകിച്ച് നേരത്തെയും എക്സ്പീരിയൻസ് ഉള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലടക്കം KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ട്രഷററും ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മനോജ് മുത്തേടൻ നിയമസഭയിലേക്ക് എത്തുന്നത്. അടുത്തത് മാത്യു കൊഴുനാടനാണ്. കഴിഞ്ഞ നിയമസഭയിലടക്കം ഏറ്റവും പ്രതിപക്ഷ നിരയിലെ കരുത്തനായ നേതാവ് എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച മാത്യു കൊഴുനാടൻ്റെ രണ്ടാമത്തെ ജയം കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ അടക്കം ഒട്ടേറെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്ന പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നുള്ള നേതാവ് I, Dr. Matthew Koyalnadan, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by the law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Thank you. ഇതാ മാത്യു കൊഴുനാടനും. നമ്മൾ നിയമസഭയിൽ നിന്ന് പതിവ് രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കൂടി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം വിജയ് മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലുമ്പോൾ ഉള്ള വസ്ത്രധാരണമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പൊതുവിൽ കേരളത്തിൽ ജനപ്രതിനിധികൾ മുണ്ടും ഷർട്ടുമൊക്കെയാണ് വേഷം എങ്കിൽ ഇതാ മാത്യു കൊഴുനാടൻ വേഷത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പാൻറ്റും ഷർട്ടും ഇൻഷർട്ട് ചെയ്തുകൊണ്ട് ആണ് അദ്ദേഹം എത്തിയത് എന്നത് മാത്രവുമല്ല, അദ്ദേഹം ടാബിൽ ആണ് ഈ സത്യവാചകം നോക്കി വായിച്ചത്. മറ്റെല്ലാവരും തന്നെ പേപ്പർ ആണ് ഉപയോഗിച്ചത് എങ്കിൽ മാത്യു കൊഴുനാടൻ്റെ സത്യപ്രതിജ്ഞയിൽ ഒരൽപ്പം വ്യത്യസ്തതയുണ്ട്. ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. നേരത്തെ മാണി സി കാപ്പനും ഇംഗ്ലീഷിൽ ആയിരുന്നു സത്യവാചകം ചൊല്ലിയത്. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലാൻ പോകുന്നത്. മുഹമ്മദ് റിയാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രണ്ടാം മത്സരമായിരുന്നു, രണ്ടാം ജയമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ബേപ്പൂർ മണ്ഡലം PV അൻവർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടിയായിരുന്നു ഏത് തരത്തിലുള്ള ഫലമായിരിക്കും ബേപ്പൂരിൽ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. 7487 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി മുഹമ്മദ് റിയാസ് വിജയ തുടർച്ചയിലേക്ക് പോയി എന്നതാണ്. പ്രത്യേകിച്ച് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊക്കെ വിജയിച്ചു കയറിയ ഒരു തെരഞ്ഞെടുപ്പിൽ ആണ് മന്ത്രി കൂടിയായിരുന്ന മുഹമ്മദ് റിയാസ് വിജയം ആവർത്തിച്ചത്. ശ്രീ മുഹമ്മദ് ഷിയാസ്. മുഹമ്മദ് റിയാസിന് ശേഷം എത്തുന്നത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് ഷിയാസാണ്. മുഹമ്മദ് ഷിയാസിന്റെ സ്ഥാനാർത്ഥിത്വവും സൂചിപ്പിക്കുന്ന പോലെ അല്പം വ്യത്യസ്തമായിരുന്നു. പ്രത്യേകിച്ച് മുഹമ്മദ് ഷിയാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കയറ്റുക എന്നത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.